മോന് രാവിലെ 7:30 ആകുമ്പോൾ സ്കൂളിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. അവരുടെ സ്കൂൾ ടൈം 8 to 1 ആണ്. സോ അതുകൊണ്ട് തന്നെ മൺഡേ ടു ഫ്രൈഡേയിലെ എല്ലാ മോർണിംഗും എനിക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. സോ മോൻ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ബാൽക്കണിയിൽ പോയിട്ട് എൻ്റെ പ്ലാന്റ്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അതിനെ വെള്ളമൊഴിച്ച് അതിനോട് സംസാരമൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറാക്കാമെന്ന് പ്ലാൻ ചെയ്തു. സോ അതിന് വേണ്ടിയുള്ള ഹാഫ് പ്രിപ്പറേഷൻ ഇപ്പം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാവുമ്പം ലഞ്ച് ടൈമിൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാമല്ലോ. ക്ലീനിങ്ങിലോട്ട് ഇറങ്ങി. നമ്മുടെ ചോട്ടൂസ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച ടോയ്സൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെക്കുന്നത്. യൂഷ്വലി മൂപ്പര് കളിച്ച് കഴിഞ്ഞാൽ മൂപ്പര് തന്നെ എടുത്തു വെക്കും. പിന്നെ ഇത് രാവിലെ ആയതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് പോയതാണ്. ഇതാണ് നമ്മുടെ ചോട്ടൂസിൻ്റെ താവളം. ഇവിടെ നമ്മുടെ വീട്ടിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനം ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഹോളിലെ ക്ലീനിങ്ങെല്ലാം ഒരുവകം സെറ്റാകുമ്പോഴേക്കും നമ്മുടെ കുക്കർ അമ്മാവൻ വിസിലടിച്ചു. അങ്ങനെ അതൊക്കെ ഓഫാക്കിയിട്ട് കിച്ചണും ക്ലീൻ ചെയ്ത് ഡൈനിങ് ഏരിയയും ഒന്ന് സെറ്റാക്കി. രാവിലെ ക്ലീനാക്കിയ ഇതേപോലെ വീട് കാണുന്ന സമയത്ത് മനസ്സ് കിട്ടുന്ന ഒരു സന്തോഷ സമാധാനം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ വരുന്നത്. ഏകദേശം ഒരു 8:30-8:45 ആകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിയും. പിന്നീട് ഒരു 10 മണി വരെ എൻ്റെ ഒരു ഫ്രീ ടൈമാണ്. ആ ഒരു ടൈമാണ് ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. സോ അടുത്ത എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. സോ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ മോർണിംഗിൽ തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും അഫർമേഷനും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണ എഴുതിയിട്ട് നമ്മളൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അന്നത്തെ ദിവസം നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.